രാജീവ് ചന്ദ്രശേഖർജി എന്താണ് പറയുന്നത്? ഇവിടെ കേരളത്തിന് കാലങ്ങളായിട്ട് ഇവിടുത്തെ ചില കോർ ഇഷ്യൂസിനെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇപ്പോൾ നിലമ്പൂർ ആയപ്പോഴും PDPയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പുറകിലാണ് പോകാനാണ് ഇവർക്കെല്ലാം താല്പര്യം. എന്തുകൊണ്ട് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങളും വികസന വിഷയങ്ങളും ചർച്ച ചെയ്യുന്നില്ല? ഇപ്പോൾ ഉദാഹരണത്തിന് നിലമ്പൂർ തന്നെ എല്ലാവർക്കും ഓർമ്മയുണ്ട്, അവിടെ ഒരു ബൈപ്പാസ് ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്ന സമയത്ത് അങ്ങോട്ട് അനൗൺസ് ചെയ്തൊരു ബൈപ്പാസ്, അതിങ്ങനെ 30 വർഷം 40 വർഷമായിട്ട് ഇങ്ങനെ പ്രഖ്യാപനത്തിൽ മാത്രം കിടക്കുകയാണ്. ഈ പറഞ്ഞ രണ്ട് മുന്നണികളും അതിലേക്ക് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഒന്ന് ആലോചിക്കണം. ഈ ആലപ്പുഴ ബൈപ്പാസ്, ആ സമയത്ത് ഞങ്ങൾ നിലമ്പൂർ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആലപ്പുഴ ആ ഭാഗത്തു നിന്നൊക്കെ ഈ സെൻട്രൽ ട്രാവൻകൂറിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ ആലപ്പുഴ കൊല്ലത്തെ ബൈപ്പാസുകളുടെ കാര്യം അവിടെ ഉള്ളവർ ചോദിച്ചു. അവർ ചോദിച്ചു ഇതേപോലെ ഒരു സാഹചര്യമാണ് നമുക്കും ഉണ്ടായിരുന്നത്. 40 വർഷമായിട്ട് UPAയിൽ 8 മന്ത്രിമാർ ഒരേ സമയത്ത് ഉണ്ടായിരുന്നിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ഈ ആലപ്പുഴ കൊല്ലം ബൈപ്പാസ് നരേന്ദ്രമോദി വന്നതിന് ശേഷം 3 വർഷം കൊണ്ട് അദ്ദേഹത്തിന് നിർമ്മിക്കേണ്ടി വന്നത്? ചോദിക്കുന്ന ചോദ്യം അതാണ്. ഈ വികസനമെല്ലാം നരേന്ദ്രമോദി വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്? ഈ ഒരു ഡിസ്കോഴ്സ് കേരളത്തിൽ ആവശ്യമാണ്. അത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുകൊണ്ടോ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നതുകൊണ്ടോ മാത്രമല്ല, ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനൊരു ഡിസ്കോഴ്സ്. ഉദാഹരണത്തിന് ക്ഷേമ പെൻഷനുകൾ 2-3 മാസം മുടങ്ങുന്നു. എന്തുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത്? ഇതും വികസിത കേരളത്തിൻ്റെ ഭാഗമാണ്. വികസനം എന്ന് പറഞ്ഞാൽ ഹൈവേ പണിയുന്നതും വന്ദേ ഭാരത് കൊണ്ടുവരുന്നതും റോഡ് പണിയുന്നതും ഇത് മാത്രമല്ല വികസനം.